എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. പോയി അയ്യോ അതും പോയേനെ. മാറ്റല്ല, ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. തുടങ്ങാതെ തുടങ്ങിക്കോ. ഫസ്റ്റ് കിഴി. ഒരു കിഴി തല പൊക്കിയിട്ടുണ്ട്. ഞാൻ അവനെ കഴുത്തിന് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്, തല ആര് പൊന്തിച്ചാലും അവനെ കഴുത്തിനെ കിട്ടും. അടുത്തത് അടുത്തതല്ല, ഫസ്റ്റ് കിഴി. ഐഡന്റിറ്റി. അഖിൽ പോളും അനസ് ഖാനുമാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഏതായിരുന്നു? ഫോറൻസിക്കിന് ശേഷം ടോവിനോ തൃശയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന സിനിമ. അതായത് ഫോറൻസിക്കിന് ശേഷം തൃശയും ടോവിനോ ഒരുമിക്കുന്ന സിനിമ എന്നല്ല കേട്ടോ. മറ്റേത് അവിടെ തീർന്നു അല്ലേ? അതും അഖിൽമാരല്ല, അഖിൽ പോളിന്റെയും അനസ് ഖാന്റെയും കാര്യമാണ്. അവരാണ് ഫോറൻസിക്കിന് ശേഷം. അതെ. അടുത്ത കിഴി രായൻ. ധനുഷ് സംവിധാനം ചെയ്യുന്ന രായൻ. രായൻ സിനിമയിൽ പുതിയ ഒരു അംഗം ആരാന്നറിയോ? വരലക്ഷ്മി ഓൺ ബോർഡ്. മാറ്റമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ തന്നെ. എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, എന്തോ ഉണ്ട്. വേറെ ലെവൽ സാധനം തീർച്ചയായിട്ടും തന്നിരിക്കും. ഓക്കെ, ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. പ്രേമലു. പൊളി. സിനിമയുടെ തെലുങ്ക് വിതരണാവകാശം നമ്മുടെ രാജമൗലിന്റെ മകൻ സ്വന്താക്കിയിട്ടുണ്ട്. മാർച്ച് 8 തെലുങ്ക് ഡബ്ഡ് വേർഷൻ. വമ്പൻ കളക്ഷനാണ് പ്രേമലു. അത് അവിടെയും ഹിറ്റ് തന്നെയായിരിക്കും. അവിടെ തർക്കല്ല, കാരണം യങ്സ്റ്റേഴ്സ് കേറി മാറി. അതെ. അടുത്ത കിഴി അന്വേഷിപ്പിൻ കണ്ടെത്തും. സിനിമയുടെ 17 ദിവസത്തെ കളക്ഷൻ. അതായത് കേരള അല്ല, വേൾഡ് വൈഡ് ഗ്രോസ് 16.5 CR. ഓക്കെ, അന്വേഷിപ്പിൻ കണ്ടെത്തും. LJP നെക്സ്റ്റ് മൂവി. വാലിബൻ 2? നോ, വിജയ് ബാബുവിന്റെ കൂടെ. പ്രൊഡക്ഷൻ അല്ലേ? അപ്ഡേറ്റ്സുകളൊക്കെ ഉടനെ തന്നെ വരും എന്നാണ് കേൾക്കുന്നത്. ആരെ വെച്ചിട്ടാണ്, ആരുടെ കൂടെയാണെന്നുള്ളത്. എന്തായാലും വാലിബന്റെ 2ാം ഭാഗം ആവോ ഇനി? പ്രൊഡക്ഷൻ മാറിയ പോലെ. അങ്ങനെയാണെങ്കിൽ വിജയ് ബാബുവിന്റെ കുറച്ച് കേക്കും പഴയതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അല്ല, ഞാൻ കാര്യം പറയട്ടെ. മലൈക്കോട്ടെ വാലിബന്റെ ലാസ്റ്റ് ടൈലൻഡിങ് ഉണ്ടല്ലോ, അത് രണ്ടുപേരുടെയും അത് വേറെ ലെവലാ. പക്ഷേ അത് ആ സിനിമയുടെ ടൈലൻഡിങ് ആയതുകൊണ്ട് മാത്രമാണ്. സത്യം. അത് മുഴുനീള സിനിമയാണെങ്കിൽ, അതായത് ഇവരെ ഈ ലെവലിൽ എപ്പോഴും ഇങ്ങനത്തെ സീനുകൾ മാത്രം ഉൾപ്പെടുത്തിയാണ്ട് ചെയ്യാൻ പറ്റില്ല. അതിലൊരു കഥ വരും, അതിൻ്റെതായ സംഭവങ്ങൾ വേണ്ടി വരും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതും വളരെ മോശമായിരിക്കും. സത്യം. ഇതിന് കിട്ടുന്നത് ഞാൻ വാങ്ങിക്കോളാം. അല്ല, സംഭവം ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായി. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. LJPന്റെ മേക്കിങ്ങില് ഈ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ വാലിബൻ പോലെ തന്നെ ഇനി 2ാമത്തെ ഭാഗം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ളതെങ്കിൽ വെറുതെ ചെയ്യുന്നതായിരിക്കും. സത്യമായിട്ടും. അപ്പോൾ അടുത്ത കിഴി. നല്ല വിളി പ്രതീക്ഷിക്കുന്നു. അല്ല, അങ്ങനെ വരുമെന്നുള്ളത് അറിയാം. ഇത്രയും വലിയ രീതിയിൽ ഇങ്ങനെ മൊത്തം CG വർക്കൊക്കെ ചെയ്തിട്ടുള്ള രീതിയിൽ അങ്ങനെ ആയിരിക്കില്ല ചെയ്യാം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാവുന്ന സാധനമാണ്. അതെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് മാർവൽ ടീമിനെ വിളിക്കേണ്ടി വരും. ഫുള്ള് ആ ഒരു വൈബിൽ തന്നെ പോകണം. അതെ. ഓക്കെ, അടുത്ത കിഴി മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് 36 കോടി. എങ്ങോട്ടാ അതിൻ്റെ പോക്ക്? ഭീകരം. അങ്ങോട്ടേ പോകുന്നത്ര പോട്ടെ അല്ലേ? പോണല്ലോ. അല്ല, പിന്നെ മലയാള സിനിമേന്റെ സമയം എന്ന് പറഞ്ഞല്ലേ, ഇപ്പം പ്രേമലു മറ്റവരും എടുത്തു, മഞ്ഞുമ്മൽ ബോയ്സും ഏതെങ്കിലും ടീം ഇപ്പം എടുക്കും, ഉറപ്പായിട്ടും. അല്ലളിയാ, മഞ്ഞുമ്മൽ ബോയ്സിന്റെ കീഴെടുക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ എന്തോ കുറ്റബോധം കൊണ്ട് നീറുന്നു എന്നൊക്കെ കമന്റ് അത് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. ഒരു കുറ്റബോധമല്ല, കാരണം മാത്രമല്ല പറഞ്ഞതിനകത്ത് നമുക്ക് ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു വെക്കുന്നത് കൂടുതലൊന്നും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയട്ടെ, നമ്മുടെ റിവ്യൂ ഇല്ലേ മഞ്ഞുമ്മൽ ബോയ്സിന്റെ, ഇവന് അവറേജ് എന്നുള്ളതാണ്. ഞങ്ങൾ ഇതിന് മുൻപ് ചർച്ച ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇവന് അവറേജ് എന്നുള്ളത് തന്നെയാണ് ലാസ്റ്റും പറഞ്ഞിട്ടുള്ളത്, മുന്നേ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്ന സമയത്ത്, അതായത് അഭിപ്രായം പറയുന്നത് അവന് കണക്റ്റ് ആവുന്നതാണ് അത് ശരിയാണ് എന്ന് പറയുന്നത്, അല്ലാതെ അവൻ്റെ ടോട്ടൽ അഭിപ്രായം മാറി എന്നുള്ളതല്ല.
അത് പല ഇതിന് കമന്റുകൾ കണ്ടിട്ടുണ്ട്. റഫത്ത് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. അത് ഞങ്ങളെ ശരിക്കും അറിയാത്തോണ്ടാ. അല്ല, ആ വീഡിയോയിലേ അങ്ങനെ ചിലർക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് സത്യം. അതായത് ഇപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കുന്നു ഇവൻ അതിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു. സൗബിൻ സൂപ്പറായില്ലെന്ന് ചോദിക്കുമ്പോൾ സൂപ്പർ വേറെ ലെവലായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം അത് എനിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനർത്ഥം ആ സിനിമയുടെ എൻ്റെ അഭിപ്രായം മാറി എന്നുള്ളതല്ല. അവനത് മാറ്റിയിട്ടില്ല. അവൻ എന്താ ലാസ്റ്റ് അതിലേക്ക് വന്നത് എന്താ, അതായത് അവൻ്റെ റേറ്റിങ്സ് ഇതാണ് എന്ന് അവൻ പറയാൻ ഞാൻ അവനെ വിട്ടുകൊടുത്ത് അവനാണ് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടുള്ളത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അവന് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടു. അതായത് അവറേജ് എന്ന് പറയുന്നത് ഇവനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ അവറേജ് റേറ്റിങ്സ് കൊടുത്തില്ലേ. പിന്നെ അതങ്ങനെയാണ് അതിൽ റിവ്യൂ വന്നിട്ടുള്ളത്. നമ്മള് അതിനകത്ത് എന്താ വെച്ചാൽ അവന്റെ അഭിപ്രായം ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് തന്നെയാണ് ഇന്നതൊക്കെയാണ് പറയേണ്ടത്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് റിവ്യൂ പറയുന്നത്. അപ്പം നമുക്കറിയാം. അപ്പൊ അതിന് ശേഷം അതിനകത്ത് ഇവര് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശരിയാണല്ലോ, ഇപ്പൊ എന്തിനായിരുന്നു അവിടെ, അങ്ങനത്തെ ചിന്ത വരുമ്പോഴാണ് അത് അംഗീകരിച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് വേറെ എന്റെ ഒരു അഭിപ്രായം ഉണ്ടായി, അതായത് ഇഷ്ടപ്പെട്ട് വന്നിരുന്നിട്ട് ഇവന്റെ അഭിപ്രായം കേട്ടിട്ട് അങ്ങ് മാറിയതല്ല. ഒരിക്കലും അങ്ങനെ അല്ല കേട്ടോ, അങ്ങനെ മാറിയിട്ടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ. ഇനിയിപ്പോ സംശയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പയ്യന് സത്യമായിട്ട് കേട്ടോ, ഒരു പയ്യൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നു, നമ്മളെ കണ്ടപ്പോ നമ്മുടെ അടുത്തോട്ട് വന്നാ. അപ്പൊ എന്നോട് ചോദിച്ചു ചേട്ടാ എങ്ങനെയുണ്ട് പടം എന്ന് ചോദിച്ചു. ആവറേജ് ആണ്. അപ്പോഴും പറഞ്ഞ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം വന്ന് റിവ്യൂ പറയുമ്പോഴും പറഞ്ഞത് അത്ര തന്നെ ഉള്ളൂ. ഇപ്പോഴും പറയുന്നത് തന്നെ, ഇപ്പോഴും അത്ര തന്നെ ഉള്ളൂ. എന്റെ അഭിപ്രായം അത് തന്നെ. ഇതിന് കിട്ടുന്നത് വാങ്ങാന്നേ. അപ്പൊ പിന്നെ 2 ആയില്ലേ, വാലിബനും വോയിസും ആയി. അടുത്തത് ഇന്ന് നീ പേടിച്ച് തൂറണോ. അടുത്തത് ആട് ജീവിതം. ഓ മൈ ഗോഡ്. അതിന്റെ ഇടയിലൂടെ പിന്നെ നമ്മുടെ സ്ഥിരം ശൈലിയാണ്. എന്താണെങ്കിലും ആട് ജീവിതത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് AR റഹ്മാൻ. അതിനുശേഷം ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോറൻസ് ഓഫ് അറേബ്യ മലയാളത്തിന്റെ. യെസ്, പേടിയാണ്. അല്ല പേടിക്കേണ്ടിയിരിക്കുന്നു. അതെ, പക്ഷെ എന്തായാലും ഒരു ഗംഭീര സാധനം തന്നെയായിരിക്കും. ഓക്കെ, അടുത്ത കിഴി ഗെയിം ചേഞ്ചർ. ശങ്കർ സംവിധാനം ചെയ്യുന്ന രാംചരൺ മൂവി. സിനിമയുടെ ഡേറ്റ് അനൗൺസ്മെന്റ് എന്നാണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നറിയോ, അതായത് മാർച്ച് 27-ന് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സിംഗിളോ അല്ലെങ്കിൽ ഒരു ടീസറോ വരും. അതായത് രാംചരൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് വരുന്ന ഈ വീഡിയോയിൽ അതിൻ്റെ ഡേറ്റ് അനൗൺസ്മെൻറ്റും ഉണ്ടാവും എന്നുള്ളതാണ്. ഗെയിം ചേഞ്ചർ നോക്കാം. മാർച്ച് 27. ഓക്കെ. ബസൂക്ക സിനിമയില് നമ്മുടെ ഗൗതം മേനോന്റെ ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ബെഞ്ചമിൻ ജോഷുവ. ഈ ജോഷുവ ഗൗതം മേനോന്റെ വരാനിരിക്കുന്ന സിനിമയുടെ പേരാണ്. അറിയാം, മാർച്ച് 1-നല്ലേ ഇരുന്നത്. ജോഷുവ. ഓക്കെ, നല്ല പേര് കേട്ടോ, ബെഞ്ചമിൻ ജോഷുവ. നല്ല പേര്, പവർഫുൾ പോസ്റ്റർ. ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണ്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു, പറയാൻ മറന്നു. ഓക്കെ, അടുത്ത കിഴി ലക്കി ഭാസ്കർ. വെങ്കി അട്ലൂരി സംവിധാനം ചെയ്യുന്ന ദുൽഖർ മൂവി. സിനിമയിൽ ബിഗ് ബോസ് താരം, ബോളിവുഡ് ബിഗ് ബോസ് താരം ആയിഷ ഖാൻ ഓൺ ബോർഡ്. എന്തായാലും പുതിയ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ലൊക്കേഷൻ സ്റ്റേറ്റിലും ഉണ്ട് നൈറ്റ് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ബർത്ത്ഡേ വിഷയം ഒരാൾക്കും കൂടി പറയാൻ മറന്നു, അതും കൂടി ഇപ്പൊ പറഞ്ഞേക്കാം. ഞാനിക്ക് ഹാപ്പി ബർത്ത്ഡേ. കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്നാണോ അന്നാണ് അവന്റെ അനൗൺസ്മെന്റ് ഒക്കെ വന്നത്. ഞാനാണെങ്കിൽ എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയില്ലായിരുന്നു, സംസാരിക്കാൻ പറ്റിയില്ല. അപ്പം ലേറ്റ് ആയി പോയി. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ പിന്നെ പറഞ്ഞ വിഷയല്ലേ, പിന്നെ ആള് അഡ്ജസ്റ്റ് ആക്കി പോകും. ഇന്നത്തെ കാണൂലേ? ഇന്നത്തെ ആര് കണ്ടില്ലെങ്കിലും മറ്റുള്ള കുറെ ആൾക്കാർ കാണാനുണ്ട്. അടുത്തത് ആർട്ടിക്കിൾ 370. നമ്മുടെ യാമി ഗൗതം നായികയായിട്ടുള്ള സിനിമ GCCയില് വിലക്കിയിട്ടുണ്ട് കേട്ടോ. എന്തോ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ സാധനം അതിനകത്തുണ്ട്. അവർക്കെന്താ പിടിച്ചില്ല, അവർക്ക് പിടിക്കാത്ത എന്തോ ഉണ്ട്. ഫൈറ്റർ സിനിമയും ഫൈറ്റർ അതാ പറഞ്ഞ അവർക്ക് പറ്റിയില്ലെങ്കിൽ അപ്പം കാതല് കൊണ്ടുപോടാ. അടുത്ത കിഴി അടുത്ത കിട്ടാനുണ്ട്. സലൂൺ സിനിമയുടെ ഫസ്റ്റ് സിംഗിള് നാളെ 28-ാം തീയതി നാളെ വരും. ഈ സോങ്ങിന്റെ വരിയാണ് രസം. മയിര് സോങ്.
അതാണ്. സാംസിയസ് ആണ് കേട്ടോ മ്യൂസിക് അതെ പൊളിക്കും. മുത്തുകുമാരനാണ് സിനിമയുടെ ഡയറക്ടർ. മയില് സോങ് കണ്ടിട്ട് നമ്മള് പറയോ മയില് സോങ് എന്ന് കണ്ടു കഴിയുമ്പോ അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പേര് അത് തുടക്കം ഇട്ടത്. അതായത് സലൂണാണല്ലോ മുടിയൊക്കെ വെട്ടുന്നത് തന്നെ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടുള്ളത്. തെറ്റിദ്ധരിക്കാനൊന്നുമില്ല കേട്ടോ അത്. അല്ലെങ്കിൽ തന്നെ അല്ല അങ്ങനെ ടൈറ്റിൽ കൊടുത്തോണ്ട് നമുക്ക് ഇരുന്ന് പറയാട്ടോ ധൈര്യമായിട്ട്. അല്ലെങ്കിൽ തന്നെ തമിഴിൽ അത് തെറിയല്ലോ. അല്ല ഇവിടെ തെറിയല്ലോ. ഇവിടെ തെറിയല്ല, ബോധമുള്ളവർക്ക് അത് തെറിയല്ല, ബോധമില്ലാത്തവർക്ക് നല്ല തെറിയ. അപ്പൊ കണ്ടോണ്ടിരിക്കുന്നവര് ബോധം ഉണ്ടെന്ന് തെളിയിക്കാനേ എനിക്കത് തെറിയല്ല കേട്ടോ. ഓക്കെ അടുത്തത് എനിക്ക് തെറിയണേ. STR 48. എന്റെ പൊന്നു മക്കളെ, ഒരു വീഡിയോ ഇന്നലെ ഇറക്കി വിട്ടതേ വേറെ ലെവല് സാധനം കേട്ടോ. ഇത് ശരിക്കും STR 48 വരുമ്പോ റിലീസിനൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഇത് ഇത്ര ഭീകരാന്ന് അറിഞ്ഞില്ലായിരുന്നു. ഇത്ര പ്രതീക്ഷയില്ല, അറിഞ്ഞില്ലായിരുന്നു. പ്രധാന വേഷത്തില് ദുൽഖറില്ലേ? അതാണേ അറിഞ്ഞില്ലായിരുന്നു കുഞ്ഞെ, ഇത്രയും വലുതാണ്. എന്തായാലും എന്തോ സംഭവം വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ പങ്കുവെച്ച് പറഞ്ഞിട്ടുള്ളത്. അതൊന്നല്ല കേട്ടോ, കമൽഹാസനും മറ്റേ സോണിയല്ലേ, സോണി മറ്റേ രാജ് കമലും രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വെറുതെ അല്ല ഒന്നും വെറുതെ ആയില്ല. ഓക്കെ അടുത്ത കിഴി മഹേഷ് നാരായണൻ മമ്മൂക്ക മൂവി. ശരിക്കും മമ്മൂക്ക മൂവി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മഹേഷ് നാരായണൻ, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, ചാക്കോച്ചൻ, സമന്ത. ഒരാളത് പറഞ്ഞിട്ട് മതി. സമന്ത നായികയായിട്ട് വരുമെന്നുള്ളത് സമന്ത വിളിച്ചപ്പോൾ പറഞ്ഞോ, എന്നാ നിന്നെ പറഞ്ഞു പറ്റിച്ചു. കണ്ടോ ഇവരൊക്കെ എപ്പോഴും വിളിച്ച് എല്ലാവരോടും ഇങ്ങനെ പറയുള്ളൂ, പക്ഷെ സത്യം എന്നോട് പറഞ്ഞു ഇതൊരു ആഡ് സോങ് ആണ്. പറ്റിച്ചാലും വിഷയമല്ലടാ, അന്തസ്സുണ്ട് അതില്. അതായത് ഒരു ആഡ് ഷൂട്ടാണത്, അല്ലാതെ സിനിമയില് സമന്തല്ല കേട്ടോ. ഇനി വരുമോന്ന് അറിഞ്ഞൂടാ, എന്തായാലും ഇതുവരെ കാസ്റ്റിംഗിലേക്ക് വന്നിട്ടില്ല. എന്താണെങ്കിലും പോവല്ലേ, അപ്പൊ പോ.